എന്തായാലും പോളിംഗ് പൂർത്തിയായി. കണക്കെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മുന്നണികൾ. ഞാനിപ്പോൾ ഉള്ളത് പാലായിലാണ്. പാലായിൽ വലിയ പോരാട്ടമൊക്കെ നടന്ന അതിനുശേഷം മാണി സി കാപ്പൻ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ട്. എന്താണ് ഒരു അവസാന കണക്ക്? മിനിമം 16,000 ഉണ്ട് ഭൂരിപക്ഷം കിട്ടും. അതായത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടന്ന് മുന്നോട്ട് പോകും. എനിക്ക് 65,000 വോട്ട് കിട്ടും. 1.33 മറ്റേ പോൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3 കുറച്ച് നോട്ടയും ചെറിയ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് പോയാലും ബാക്കി വരുന്ന 1.30 വോട്ട് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഷോണും ജോസ് കെ മാണിയും തമ്മിൽ പിടിക്കുന്ന വോട്ടനുസരിച്ചിരിക്കും എൻ്റെ ഭൂരിപക്ഷം. രണ്ടാമതാരെത്തും അത് പറയാൻ ഞാനല്ല. ഷോണൊരു എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് സാധാരണ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം. അത് എത്ര വരെ പോകാൻ സാധ്യതയുണ്ടെന്നൊരു അങ്ങനെ ഉണ്ടോ? ഷോണിൻ്റെ ആളുകൾ പറയുന്ന 46,000 വോട്ട് വരെ പിടിക്കുമെന്ന്. അതെനിക്ക് തോന്നുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് നമ്മുടെ കാര്യം പറഞ്ഞ പോലെ 65,000 വോട്ട് ഫിക്സഡായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ജോസ് കെ മാണി വലിയ പ്രതീക്ഷയിലായിരുന്നു. ഷോൺ വന്നതോടുകൂടി കാപ്പൻ്റെ വോട്ടുകളൊക്കെ പോകും, അങ്ങനെ ജയിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയായിരുന്നു. വലിയ പ്രതീക്ഷയുണ്ട് എൻ്റെ മുന്നിൽ. പുള്ളിക്ക് രാജിവെച്ചു മത്സരിച്ചൂടെ? രാജ്യസഭ കൈവച്ചോണ്ടല്ലേ മത്സരിക്കുന്നത്. 4 വർഷം ബാക്കിയുള്ളത് നമ്മളെ കൈവച്ചതിന് ഒരു മാന്യമായിട്ട് രാജിവെച്ച് വന്ന് മത്സരിക്കുന്നത്. അത് കാണിക്കാനുള്ള തൻ്റെ ഉണ്ടായില്ലല്ലോ. അപ്പം ഭയമുണ്ട്. കോൺഫിഡൻസ് കുറവിൻ്റെ ആണ് അങ്ങനെ മത്സരിച്ചതെന്നാണ് അല്ലേ? സംശയമുണ്ട്. ഈ ജനം അവിടെ പുള്ളി ഒരു ജനവിരുദ്ധനാണെന്ന് ജനങ്ങൾക്ക് ധാരണയുണ്ട്. ആ വിരുദ്ധത ഇപ്പോഴും നിലനിൽക്കുന്നു. ജോസ് കെ മാണി വിരുദ്ധത ഉണ്ട് എന്നുള്ളതാണ് താങ്കളുടെ വിലയിരുത്തൽ? ഒരു സംശയം വേണ്ട, വിരുദ്ധതയുണ്ട്. പിന്നെ ഇന്നലെ മാണിസാറിൻ്റെ അവിടെ ഫ്ലക്സ് അടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതിൻ്റെ മരിച്ചുപോയി കഴിഞ്ഞ കാര്യമല്ലേ. ആ ഓർമ്മയൊന്നും വോട്ടിനെ സ്വാധീനിക്കില്ല. ഒരു കാരണവശാലും സാധിക്കില്ല. ചെറുപ്പക്കാരായാലും പെട്ടെന്ന് മരിച്ചതാണെങ്കിൽ ജനം ഓർത്തിരിക്കും. ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ ലെവലിൽ അദ്ദേഹം പോയ ലെവലുണ്ടല്ലോ, ആ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വന്നാൽ അത് ഗുണം ചെയ്യും. ഈ ഇന്നലെ ബൂത്തിലിരിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് BJP-ക്കാർ കുറേ പടങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അതിൽ സംഭവിച്ചത്? ഇന്നലെ നല്ല ചൂടല്ലായിരുന്നു. അപ്പം ബൂത്തിലിരിക്കുന്നൊരു ബൂത്ത് അവിടെ കെട്ടിയിരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വെയിൽ കുറവുള്ളിടത്തോട്ട് മാറി നിൽക്കും. അത് സ്വാഭാവികം. ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെ വെച്ച് ഞങ്ങൾ നടത്തിയില്ലല്ലോ, ഷോൺ നടത്തിയതല്ലേ. ഈ ഇവിടെ വന്ന സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നവർ ഇവരൊക്കെ ഇവിടുന്ന് വന്ന, എന്നിട്ട് ഷോൺ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ 100 പേരില്ലായിരുന്നില്ല തികച്ച്. ചുമ്മാ ഞാൻ കുറ്റം പറയല്ല. ഷോൺ എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച ആളാണ്. ഒരു പുത്രതുല്യമായ സ്നേഹം എനിക്കുണ്ട്. പിന്നെ ഇത്തരം നമ്മുടെ അവിടെ ബൂത്തിലിരിക്കാൻ ആളില്ലെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം കണ്ണി വലിയ ഈർക്കിൽ കിടക്കുമ്പോൾ ഒരു കുഞ്ഞൊരു കരട് കിടക്കുന്നതിനെ നോക്കി പിടിക്കാൻ പോകല്ലേ. ഒരു പുള്ളിക്കുള്ള ഒരു ഉപദേശമായിട്ട് കൂട്ടിയാൽ മതി. ഏതൊക്കെ പഞ്ചായത്തിൽ ലീഡ് ചെയ്യും? പഞ്ചായത്തിനകത്ത് പോകാമെന്ന് മുത്തോലി ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിൽ ലീഡ് ചെയ്യും. തൊട്ടപ്പുറത്ത് സുഹൃത്തു കൂടിയായി PC ജോർജ് മത്സരിക്കുന്നുണ്ട്. എന്താവും അവസ്ഥ? അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഇനി എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലം മൊത്തത്തിലെ ഒരു അവലോകനം ചെയ്താൽ, പ്രചരണം, പല വിവാദങ്ങൾ, എന്താണ് കാപ്പൻ ആകെ മനസ്സിൽ കിടക്കുന്നത്? എന്താണ്? വെറുപ്പും പകയും വിദ്വേഷമൊന്നും എനിക്കില്ല. പക്ഷേ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും ഒരു സൈബർ വിങ് തന്നെ ഉണ്ടായിരുന്നു. നുണ ഫാക്ടറിയിൽ നിന്നും പടച്ചുവിടുന്ന നുണകൾ പലപ്പോഴും വേദന തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് അതൊക്കെ വരട്ടെ പോട്ടെ എന്ന് വെക്കും. അത് ഏത് ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു ആരോപണമുണ്ടോ? ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്നുണ്ടായി, ഷോണിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. അത് ശരിയല്ല. അത് പുള്ളി അനുഭവിക്കുന്നുണ്ടല്ലോ. UDF-നൊരു എത്ര സീറ്റ് കിട്ടും? UDF 100 സീറ്റിന് മേലെ പിടിക്കും. കാപ്പൻ മന്ത്രിസഭയിൽ ഉണ്ടാവുമോ? അങ്ങനെ രമേശും സതീഷും ഒക്കെ ഇവിടെ വന്നപ്പം പറഞ്ഞായിരുന്നു പബ്ലിക്കായിട്ട്. പാലയ്ക്കൊരു മന്ത്രി കൂടി വരും എന്നുള്ളൊരു തോന്നലുണ്ട്. സ്വാഭാവികമായും വരാം. കാരണം ഘടകകക്ഷി എന്നുള്ളതിൽ ഒരു പ്രയോറിറ്റി തരുമായിരിക്കും. എന്തായാലും കണക്കുകൾ വെച്ചാണ് കാപ്പൻ സംസാരിക്കുന്നത്. വളരെ കാപ്പൻ കുറേ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ്. സ്വന്തം കഴിഞ്ഞ തവണ 15,000 ഭൂരിപക്ഷം എന്ന് പ്രവചിച്ചു. അത് ഏതാണ്ട് അങ്ങനെ നടന്നു. ഇത്തവണ അതിനും മുന്നോട്ടാണ്. 16,000 അദ്ദേഹം പ്രവചിക്കുന്ന ഒരു ഭൂരിപക്ഷം. എന്തായാലും കാപ്പൻ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുകയാണ്. പാലായിൽ നിന്ന് G. ശ്രീജിത്ത്, News 18.